ഇന്നത്തെ ദിവസം പോയടേ, ഇന്ന് അവൻ്റെ കൂടെയാണ് ഇന്ന് സഹവാസം, അല്ലെങ്കിൽ ഇന്ന് അവൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്, ഇന്ന് അവനുമായിട്ടാണ് സഞ്ചരിക്കുന്നത്, തീർന്നടേ ഇന്നത്തെ ദിവസം കഴിഞ്ഞടേ എന്ന് നമ്മളെ പറ്റിയും ചിലർ പറയുമല്ലേ. ബോറായിട്ടുള്ള കഥാപാത്രം, തീരെ എനർജി ഇല്ല, കണ്ടാൽ തന്നെ ഉറങ്ങിപ്പോവില്ലേ എന്നൊക്കെ പറയുന്ന ഒരു കഥാപാത്രത്തിലുള്ള പെട്ട ഒരാളാണോ നിങ്ങൾ? ചിന്തിക്കുക. ഈ ബോറിങ് ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ഒന്ന്, ഇവർ എപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്യുന്ന ആളുകളാണ്. എന്ത് കണ്ടാലും കംപ്ലയിൻ്റാണ്. ഒരു കടയിൽ കയറി എന്തെങ്കിലും ഒരു ചായയും കടിയും കഴിച്ചിട്ട് അതിനെ കംപ്ലയിൻറ്റ് പറയും. എന്തിനു കൊള്ളായത്? നമ്മളൊരു ഡ്രസ്സ്, ഒരു നല്ലൊരു ഡ്രസ്സ് കണ്ടിട്ട് പറയും ഇത് പോരാ കേട്ടോ, ഇതിനേക്കാളും നല്ല ഡ്രസ്സ് അപ്പുറത്തെ കടയിലുണ്ട്. എന്തിനേയും ഒരു കാര്യത്തെ കണ്ടാൽ അതിനെപ്പറ്റി കംപ്ലയിൻറ്റ് പറയാതെ പോകത്തില്ല. ഒരു കാര്യത്തിനും അവർ സംതൃപ്തിയുള്ളവരല്ല. കാലാവസ്ഥയെ കുറ്റം പറയും, അതുപോലെ തന്നെ ബന്ധങ്ങളെപ്പറ്റി തീരെ കൺസിഡർ ഇല്ലാത്ത ആളുകളായിരിക്കും. എന്തിനേയും പറ്റി ഒരു താല്പര്യമില്ലാത്ത ഒരു ടീംസാണ് ഈ ബോറിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ആളുകൾ. രണ്ട്, ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഹോണസ്റ്റി ആയിട്ട് ചെയ്യത്തില്ല. ലേസിനെസ് കൂടെ കൊണ്ടുവരും. ജോലിയിലായാലും ഇനി അവരുടെ ജീവിത കാര്യങ്ങളിലായാലും എടുത്തു നോക്കിയാൽ മനസ്സിലാവും. എല്ലാ കാര്യത്തിനും ഒരു സ്ലോ പ്രോഗ്രസ്സാണ്, ഭയങ്കര സ്ലോയാണ്, എഴഞ്ഞെഴഞ്ഞേ പോകുള്ളൂ. അവർക്കൊരു കാര്യം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും ഭയങ്കര മടി പിടിച്ച് എത്രയും സമയം ഉറങ്ങാൻ പറ്റുമെങ്കിൽ അതെല്ലാം ഉറങ്ങി തീർത്ത് ഇന്ന് ചെയ്യേണ്ട കാര്യം അടുത്ത ആഴ്ച കഴിഞ്ഞാലും അവർ ചെയ്യത്തില്ല, അടുത്ത വർഷം കഴിഞ്ഞാലും ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവരാണ് ബോറിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ആളുകൾ. ഇങ്ങനെയുള്ളവർക്ക് നമുക്കൊരു ജോലി ഏൽപ്പിക്കാൻ പറ്റത്തില്ല, ഒരു കാര്യം പോലും അവരെ ഏൽപ്പിക്കാൻ പറ്റത്തില്ല. കാര്യം അവർ ചെയ്യത്തില്ല. കാര്യം അവർക്ക് ഇൻട്രാക്ഷൻ വളരെ ബാഡ് ഇൻട്രാക്ഷനാണ്. കമ്മ്യൂണിക്കേഷൻ കൊള്ളത്തില്ല അവരുടെ. അവർ മുഖത്ത് നോക്കി സംസാരിക്കത്തില്ല, കണ്ണി നോക്കി സംസാരിക്കത്തില്ല. അതൊരു കള്ളലക്ഷണമാണല്ലേ. അപ്പോൾ ഭയങ്കര ഒരു ബോറിങ് ക്യാരക്ടറാണ് അവർ. നമ്മളെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കത്തില്ല, ലിസണിങ് സ്കില്ലില്ല. നമ്മൾ കഷ്ടപ്പെട്ടെല്ലാം പറഞ്ഞ് തീർന്നിട്ടും ഇവനൊന്നും മനസ്സിലായില്ല, ഇവൻ എന്തൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, വേറൊരു ലോകത്തിലാണ്. അല്ലെങ്കിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ പറയുന്ന കാര്യത്തിനെ റെസ്പെക്റ്റ് ചെയ്യാത്തൊരു ക്യാരക്ടറിസ്റ്റിക്സാണ് ഈ ബോറിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി നമുക്ക് തിരിച്ചു തരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്കുണ്ടോ എന്ന് പരിശോധിക്കുക. നിങ്ങളിത് ചെയ്യുന്നുണ്ടെങ്കിലും മറ്റാളുകൾ വാല്യൂ ചെയ്യുന്ന അതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, കേൾക്കുന്നില്ല, പറയാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് അവർക്ക് പറയണം, കേൾക്കുന്നതിനെക്കാട്ടി പറയണം എന്നുള്ള കാഴ്ചപ്പാടുള്ളവരാണ്. ഹാപ്പിയല്ല, ടെൻഷനാണ്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ചിന്തിക്കുന്നു, പറയുന്നു, പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കൂടുതലും ബോറിംഗ് ആയിട്ടുള്ള ആളുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും സ്വഭാവ ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇത് സ്വഭാവ ഗുണമല്ലല്ലോ, ദോഷമല്ലേ, ഇത് നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തായാലും ഇത് മാറ്റണം. അത് മാറ്റിയാലേ നമുക്ക് ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങളിലോട്ട് എത്താൻ പറ്റുള്ളൂ. നമ്മളെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാനും നമ്മളതനുസരിച്ചിട്ട് അട്രാക്റ്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തെ വേറെ ലെവലിലോട്ട് എത്തിക്കാനും നിങ്ങൾ ബോറിംഗ് എന്നുള്ള ഈ ഒരു ട്രൈറ്റ്സ് മാറ്റിയിട്ട് അവിടെ എനർജറ്റിക്കും ഹാപ്പിനെസ്സും ഹ്യൂമറും അതുപോലെ തന്നെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡും, നിങ്ങൾ നന്ദിയുള്ളവരായി, നിങ്ങൾക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹത്തെപ്പറ്റി നിങ്ങൾ ദൈവത്തോട് നന്ദിയുള്ളവരായി മാറി നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് വളരെ സക്സസ്ഫുള്ളാവും. പുതിയ കണ്ടൻറ്റുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. തൽക്കാലം ഒരു ഗുഡ് ബൈ.